ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ പുതിയ ജോലിയെക്കുറിച്ച്, അതിനകത്തുള്ള റെസ്പോൺസിബിലിറ്റീസ്, ആ ജോലിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ പാത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു ആപ്ലിക്കേഷൻ എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് വയ്ക്കാം, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, പിന്നെ ഇൻ്റർവ്യൂ, അപ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അതാവാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് മിക്കവാറും അതിൻ്റെ ഇൻ്റർവ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ട കുറേ കാര്യങ്ങൾ, അത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം കേട്ടോ. അപ്പോൾ അത് ജനറലി എല്ലാവരും ഇങ്ങനെ ആവണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ ഞാൻ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ എന്തായാലും തന്നെ ഇപ്പോൾ NHSൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ ഓൺലൈനായിട്ടാണ് വയ്ക്കുന്നത്. ഈ CV കൊടുക്കുന്നതും അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല കേട്ടോ. നമ്മുടെ മാനേജറിന് CV അയച്ചിട്ട് ഇത് നോക്കാമോ, എന്നെ സെലക്ട് ചെയ്യാമോ എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. ഓരോ ട്രസ്റ്റിൻ്റെയും വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ആ ഒരു ഓൺലൈൻ പോർട്ടലിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നഴ്സസിൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ വാർഡ് ക്ലർക്കിൻ്റെ, ഹൗസ് കീപ്പറിൻ്റെ, അതൊക്കെയാണ് ഞാൻ സോഫാർ ചെയ്തിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു എംപ്ലോയർ അഡ്വർടൈസ്മെൻറ്റ് ഇടുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയസ് അവർ മീറ്റ് ചെയ്യേണ്ടതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അതായത് എസെൻഷ്യൽ ക്രൈറ്റീരിയസ്, പിന്നെ ഡിസൈറബിൾ ക്രൈറ്റീരിയ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ എസെൻഷ്യൽ ക്രൈറ്റീരിയയിലുള്ളതാണ്. ഇപ്പോൾ നേഴ്സാണെന്നുണ്ടെങ്കിൽ ഒരു നേഴ്സസിൻ്റെ ജോബാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നേഴ്സസിന് പിൻ നമ്പർ എസെൻഷ്യലാണ്. അപ്പോൾ അതില്ലാതെ നമുക്ക് ഒരാളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഇൻ്റർനാഷണൽ നഴ്സസിന് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പ്രീ റെജ് നഴ്സസിനുള്ള വേക്കൻസികളുണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ. ഇപ്പം നമ്മളൊരു ബാൻഡ് 5-നെയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് പിൻ നമ്പർ വേണം. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിംഗ് ക്രൈറ്റീരിയയിൽ അതില്ലെങ്കിൽ തന്നെ അപ്പം തന്നെ നമുക്ക് മാർക്ക് ഇല്ലാതെ വരും. ഓക്കെ. അപ്പോൾ എംപ്ലോയറിന് എന്താണ് വേണ്ടത് എന്നുള്ളത് ശരിക്കും ഒന്ന് വായിച്ച് നോക്കുക. ചിലപ്പം ചിലതിനകത്തൊക്കെ നമുക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട് എന്ന് പറയും. പക്ഷേ അതിനകത്തൊരു ലിങ്ക് കൂടെ കാണും, നിങ്ങളത് ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പോസ്റ്റ് അത് ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഇത് അതിനകത്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ കൂടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അത് ചെയ്യാൻ നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾക്കത് പറ്റുന്ന ജോലിയാണോ, അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ശരിക്കും ഒന്ന് വായിച്ച് നോക്കണം. ഓക്കെ. എന്നിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മൾ ശരിക്കും ഒരുപാട് ചിന്തിച്ചിട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെടുന്ന ജോലിയാണോ, ഇതാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ട്രസ്റ്റാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്ഥലമാണോ, ഈ ലൊക്കാലിറ്റി എനിക്ക് വർക്ക് ലൈഫ് ബാലൻസിന് പറ്റുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ ട്രാവലിംഗ് ഇഷ്യൂസ് ഉണ്ടോ, അതെല്ലാം ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ വളരെ 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 ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഒരുപാട് പേരിൽ നമ്മളൊരു വെരി ഫ്യൂ ആയിരിക്കും നമുക്ക് ചിലപ്പം നമ്മുടെ മാർക്ക് അനുസരിച്ച് നമ്മൾ എല്ലാ ക്രൈറ്റീരിയസും മീറ്റ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നമ്മുടെ ഷീറ്റിനനുസരിച്ച്, നമ്മുടെ ആൻസർ ഷീറ്റ്, നമ്മുടെ സ്കോറിംഗ് ഷീറ്റിനനുസരിച്ച് നമ്മൾ എല്ലാത്തിനും നല്ലൊരു രീതിയിൽ ആൻസർ ചെയ്തവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നവരിൽ കുറേ പേരുണ്ടാവും. അതിൽ ബെസ്റ്റ് അല്ലെങ്കിൽ അതിൽ രണ്ടാമത്തെ ആൾ, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നാളെ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടാവുള്ളൂ, ആ പോസ്റ്റിലേക്ക് നമ്മളൊരു 20 പേരെയൊക്കെ ഇൻ്റർവ്യൂ എടുത്തിട്ട് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കിയുള്ളവരോടെല്ലാം നമ്മൾ നോ പറഞ്ഞു. ഓക്കെ. അതായത് അവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അല്ലാതെ നമുക്കൊന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരോട് നമ്മൾ നോ പറഞ്ഞു, ഇങ്ങനെയൊരു ആളിനെ എടുത്തു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും ഇന്നയാൾ ഓക്കെ, ഇയാൾ വെർബലി അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ കണ്ടീഷണൽ ഓഫർ ലെറ്റർ അയച്ചു. റിക്രൂട്ട്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവർ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ എംപ്ലോയറിൻ്റെ മനസ്സിലൊക്കെ ഇന്നയാൾ ഒരു പൈപ്പ് ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ വി ആർ ഫൈൻ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പം നമ്മുടെ വേക്കൻസി പോയി, ക്ലോസ് ആയി, ഔട്ടായി, എല്ലാം ഫിനിഷായി. അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന ആൾ 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ അവർ വേറെ സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കൂടുതലാണ് ഇവിടെ അപ്ലൈ ചെയ്തിരുന്നതെങ്കിൽ, അവർക്ക് മറ്റേതാണ് കൂടുതൽ നന്നായിട്ട് തോന്നിയതെങ്കിൽ അവർ ചിലപ്പം ഈ ഓഫർ വേണ്ടെന്ന് വെച്ചിട്ട് മറ്റേത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ഈ ഒരു എംപ്ലോയറിൻ്റെ ഒരു പെയിൻ അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഹമ്പിൾ റിക്വസ്റ്റാണ്. അതിൻ്റെ ഒന്നും ലീഗലി നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മോറലി ആണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ഒരു വേക്കൻസി പിന്നെയും നമ്മൾ VRF പാനലിലൊക്കെ ഇട്ട് അവിടെ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടി, പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻസ് വന്ന് നമ്മൾ പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ പ്രൊസീജിയർ കൂടി വീണ്ടും കടന്നു പോകണം. ആൻഡ് ഇതൊരു ഈസി ജോബല്ല. ഒരു 2-3 മന്ത്സ് വീണ്ടും എടുക്കും ഒരു വേക്കൻസി നമ്മളിട്ട് പിന്നെ ഒരാളായി വരണമെങ്കിൽ. ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ഡിലേ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു വാർഡിൽ ഇപ്പോൾ ഷോർട്ടായിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ആ സമയത്ത് ആ വാർഡിൽ വരുന്ന ഷോർട്ടേജ് അതൊക്കെ നമ്മൾ ശരിക്കും
നമ്മൾ ആ എംപ്ലോയറിനോട് ചെയ്യുന്ന ഒരു മര്യാദകേട് തന്നെയാണെന്ന് ഞാൻ പറയും. ഓക്കെ, മോറൽ സൈഡ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ഇതിനകത്ത് നമ്മൾ റെഫറീസിനെ വെക്കണം. ഇപ്പോൾ 2 റെഫറീസിനെങ്കിലും നമ്മൾ വെക്കണം. അപ്പോൾ അവരോട് നമ്മൾ ഒരു കേർട്സിയാണ്, അത് ഈ കൺട്രിയിൽ പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു മര്യാദയാണ്. നമ്മൾ ആ റെഫറീസിനോട് ഞാൻ ഇങ്ങനെ ജോബ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഞാൻ നിൻ്റെ പേര് വെച്ചോട്ടെ റെഫറൻസിന് എന്ന് ചോദിക്കുന്ന ഒരു മര്യാദയാണ്. അപ്പോൾ അത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ചിലപ്പോൾ നമ്മൾ കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടി, എല്ലാം ചെയ്തു, നമ്മൾ റെഫറൻസിന് വിടുമ്പോഴേക്കും റിക്രൂട്ട്മെൻ്റ് ആണ് അഗൈൻ ചെയ്യുന്നത്, പക്ഷേ നമുക്ക് അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ റെഫറൻസ് വിട്ടിരിക്കുന്ന സമയത്ത് ആ റെഫറീസ് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 1 മാസം 2 മാസം 3 മാസമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും, വി ഹാവ് കോൺടാക്റ്റഡ് ദിസ് റെഫറി ഫോർ റെഫറൻസ് ഫോർ ദിസ് കാൻഡിഡേറ്റ് ബട്ട് ദേ ഹാവൻ റെസ്പോണ്ടഡ്, വി ട്രൈ 10 times 15 times എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കാൻ പോകുന്ന അവരോട് നമ്മൾ പ്രത്യേകിച്ചും അതിന് മുമ്പൊന്ന് സംസാരിച്ച് വെക്കുക. ചിലപ്പോൾ മടിയായിരിക്കും, നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് മാനേജർ അറിയണ്ട, അല്ലെങ്കിൽ നമ്മൾ വെക്കാൻ പോകുന്ന റെഫറി അറിയണ്ട എന്നുള്ളൊരു ഇതും കാണുമല്ലോ ചിലപ്പം. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ മേ ബി യു ക്യാൻ വെയിറ്റ്, അതായത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വെർബലി നമുക്ക് ആ ജോലി കിട്ടിയെന്ന് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തോ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ സമയത്തെങ്കിലും നിങ്ങൾക്ക് റെഫറിയോട് പറഞ്ഞു വെക്കുക, ഇങ്ങനെ ഒരു റെഫറൻസ് വന്നേക്കാൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കണ്ടീഷണൽ ഓഫർ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഡിലേസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. പിന്നെ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴേക്കും, ആപ്ലിക്കേഷൻ വയ്ക്കുമ്പോഴേക്കും നമ്മൾ ഓൺലൈനിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓൺലൈനിൽ ഇവരിട്ടിരിക്കുന്ന കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ടാവും, അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ മാർക്ക് ഇടാൻ പറ്റുക. അപ്പോൾ ആ എസെൻഷ്യൽ ക്രൈറ്റീരിയ, ഇപ്പോൾ ഒരു നഴ്സിന് ഒരു പിൻ നമ്പർ ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ജോലി കൊടുക്കാൻ പറ്റില്ല. അപ്പം അത് എസെൻഷ്യൽ ക്രൈറ്റീരിയയിൽ ഉണ്ടാവും. അപ്പോൾ ആ എസെൻഷ്യൽ ക്രൈറ്റീരിയ ആദ്യം തന്നെ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൽ പിൻ നമ്പർ ഉള്ളവർ വേറൊരാൾ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എസെൻഷ്യൽ ക്രൈറ്റീരിയയിൽ ഉണ്ടാവും. പിന്നെ ഡിസൈറബിൾ ക്രൈറ്റീരിയയിൽ, അപ്പം ഇതുണ്ടെങ്കിൽ നല്ലതാണ്, കുറച്ചുകൂടെ നല്ലതാണ് എന്നുള്ള ഒരു ഏരിയസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ നമുക്ക് ഇടാമോ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. ഷോർട്ട് ലിസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാം. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അത് എത്ര ഡീറ്റെയിൽസ് അതിനകത്ത് വരുത്താമോ, അതായത് ഇയർ ഓഫ് ക്വാളിഫിക്കേഷൻ, ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് സ്ഥലമാണ്, ഗ്രേഡ് ഇഫ് യു ക്യാൻ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഇടുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ഇവർ പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രിയോ വട്ടവർ, അത് നമ്മൾ ആദ്യം ഇടുക. പിന്നെ അതിൻ്റെ താഴേക്ക് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്വാളിഫിക്കേഷൻ ഇടുക, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിന് മുമ്പുള്ള ഡിഗ്രി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആദ്യൊരു ഇംപ്രഷൻ ഉണ്ടാകും. ഓക്കെ, BSc നഴ്സിംഗ് പാസ്ഡ് ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി ഇൻ ദിസ് ഇയർ വിത്ത് ഗ്രേഡ് ഓഫ് ദിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാളെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് എല്ലാ ക്വാളിഫിക്കേഷൻസും, ഇപ്പോൾ നമ്മൾ നഴ്സിംഗ് ഡിഗ്രി മാത്രമല്ല, ഇപ്പോൾ ഡിപ്ലോമ ചെയ്തൊരു ടോപ്പപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മസ്റ്റായിട്ട് വെക്കണം. അതിൻ്റെ താഴെ നമുക്ക് അതിൻ്റെ തൊട്ട് മുമ്പുള്ള പ്രീ ഡിഗ്രി, ഇപ്പം ഞാൻ നമ്മുടെ കേരളത്തിനെ ബേസ് ചെയ്താണ് പറയുന്നത്, പ്രീ ഡിഗ്രി ഉണ്ടെങ്കിൽ അത്, പിന്നെ സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ്, SSLCയുടെ അത്, അങ്ങനെ അത് എല്ലാം വയ്ക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട്, ഇപ്പോൾ എല്ലാ ട്രസ്റ്റിലും ഇങ്ങനെയാണെന്ന് എനിക്കില്ല, ഞങ്ങളുടെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എക്സ്ട്രാ ട്രെയിനിങ്സിനെ കുറിച്ചിട്ടൊക്കെ ഒരു സെഷനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് എത്രയും അതിനകത്ത് വയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഈവൻ മാൻഡേറ്ററി ട്രെയിനിങ്സ്, നമ്മുടെ 1 day ട്രെയിനിങ്, 2 day ട്രെയിനിങ്, അല്ലെങ്കിൽ few hours ട്രെയിനിങ്, നമ്മുടെ ഈ ജോലിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എന്തൊക്കെ സ്കില്ല് നിങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ടോ, ട്രെയിനിങ് വൈസ്, ഓൺലൈൻ ആവാം, ഫേസ് ടു ഫേസ് ആവാം, പ്രാക്ടിക്കൽ ആവാം, എന്തായാലും ഓക്കെ, അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇപ്പോൾ ഈയിടെയായിട്ട് കുറേ പേര് കെയർ അസിസ്റ്റൻസ് ആയിട്ട് വന്നിട്ട് അവർ നഴ്സുമാരാവാനായിട്ട് സൈഫ് പാത്ത് വേ വഴിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ അവരുടെ OSCE എക്സാമിനേഷൻ വയ്ക്കാൻ മറന്നുപോകും, CBT എക്സാം, അങ്ങനെയുള്ളതൊക്കെ എന്തും, അതായത് അപ്പോൾ ആ ലാംഗ്വേജ് ചെയ്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ നമുക്കതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ OSCE ചെയ്ത ഏത് വർഷം, എത്ര സമയത്തെ ട്രെയിനിങ് ആണ്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പാസ്സായത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അത്രയും നമ്മൾ ട്രെയിനിങ് കാണിക്കുന്നു, അത്രയും ആൾ നോളജബിൾ ആണ്, സ്കിൽഡ് ആണ് എന്നുള്ളൊരു ഇംപ്രഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഒരിക്കലും മറന്നു പോകാതിരിക്കുക. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആദ്യമാണോ സെക്കൻഡ് പോർഷൻ ആണോ എന്ന് എനിക്കറിയില്ല, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഡു യു ഹാവ് UK രജിസ്ട്രേഷൻ.
ഫോർ ദിസ് പോസ്റ്റ് എന്നുണ്ടാവും. അപ്പോൾ ചില പോസ്റ്റിന് നമുക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല, അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് പോസ്റ്റിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പറയാം ഈ പോസ്റ്റ് ഇറ്റ് ഡസൻ റിക്വയർ UK രജിസ്ട്രേഷൻ. അല്ലാതെ നേഴ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻ നമ്പർ വേണം, മസ്റ്റാണ്. അപ്പോൾ അതിന് നമുക്ക് UK രജിസ്ട്രേഷൻ, ഐ ഹാവ് UK രജിസ്ട്രേഷൻ ഫോർ ദിസ് പോസ്റ്റ് എന്നുള്ളത്, നമുക്കത് അഡൽട്ടാണോ ചൈൽഡാണോ മിഡ് വൈഫാണോ മെൻ്റൽ ഹെൽത്താണോ അങ്ങനെയുള്ള ആ ഒരു നമ്മുടെ രജിസ്ട്രേഷനെ കുറിച്ച് നമുക്കൊരു RN അഡൽട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് വരില്ലേ, അത് നമുക്ക് അതിനകത്ത് ഇടണം. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓക്കെ ഷീ മെറ്റ് ഓർ ഹീ മെറ്റ് ദിസ് ക്രൈറ്റീരിയ, ഓക്കെ ദിസ് ഫൈൻ എന്നുള്ളൊരു ഇത് നമുക്ക് വരും. പിന്നെയാണ് നമ്മളുടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഓക്കെ, എക്സ്പീരിയൻസ് അത് നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ എല്ലാ സ്ഥലത്തിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, നമ്മൾ വർക്ക് ചെയ്ത സമയം, പീരീഡ് ഓഫ് വർക്കിംഗ്, അവിടെ നമ്മൾ ആരോടായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ ഇൻചാർജിൻ്റെ പേര്, നമ്മുടെ മാനേജറിൻ്റെ പേര്. പിന്നെ നമ്മൾ അതിനകത്തൊരു ഇപ്പോഴും അവിടെ ജോലി ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് മിക്കവാറും പേര് വിടാറാണ് പതിവ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അതൊരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ്. ഓക്കെ, അത് മിസ് ചെയ്ത് കാണാറുണ്ട്, അത് മിസ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു ചോദ്യമുണ്ട്, ഇഫ് യു ലെഫ്റ്റ് വാട്ട്സ് എ റീസൺ ഫോർ ലീവിങ്. അപ്പോൾ അത് നമ്മൾ ഇപ്പോഴും അവിടെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറയാം, നോട്ട് ആപ്ലിക്കബിൾ, ഓർ യു ക്യാൻ റൈറ്റ് ലൈക്ക് ഐ എം കറൻ്റ്ലി വർക്കിംഗ് ഹിയർ എന്നെഴുതാം. അപ്പോൾ നമുക്കൊരു ശരിക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ ലെഫ്റ്റ് ലീവ് ചെയ്തെങ്കിൽ എന്താണ് റീസൺ. ഓക്കെ, ചിലർ പറയും റീലൊക്കേഷൻ, അല്ലെങ്കിൽ ബെറ്റർ കരിയർ ഓപ്ഷൻ, അല്ലെങ്കിൽ ഫർദർ എഡ്യൂക്കേഷൻ, അങ്ങനെ നമ്മൾ എന്തിനാണ് ലീവ് ചെയ്തത് അത് നമുക്ക് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. ഒരു സ്ട്രക്ചർ ഇല്ലാതെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഇതാണ്, ഡോഡ്ജി ആയിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ താഴേക്ക് അതിനകത്തുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം എല്ലാവരും കുറേ പേരൊക്കെ നമ്മൾ കാണാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗൂഗിളിൽ ചെയ്തിട്ട് ബാൻഡ് 5 റെസ്പോൺസിബിലിറ്റീസ് എന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് കാണാറുണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് കണ്ടാൽ ശരിക്കും മനസ്സിലാവും. അതായത് നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് എഴുതുന്ന ആളെയും കാണാം, അല്ലാതെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതുന്ന ആളെയും കാണാം. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. നിങ്ങളെ എത്രയും നന്നായിട്ട് സെല്ല് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളത് പേഴ്സണലൈസ് ചെയ്ത് എഴുതുക. ഇപ്പം ഞാനൊരു പർട്ടിക്കുലർ സർജിക്കൽ യൂണിറ്റിൽ വർക്ക് ചെയ്ത് വെക്കുക, അപ്പോൾ അവിടെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ജനറലി നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. അല്ലാതെ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു, ഐ വാസ് ഇൻചാർജ് ഓഫ് ദി യൂണിറ്റ്, ഈ ഒരു പ്രത്യേക സെഷനിലായിരുന്നു ഞാൻ, അവിടുത്തെ പേഷ്യൻസ് ഇതായിരുന്നു കണ്ടീഷൻ, ഇതിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇൻചാർജ് ഷിഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മെൻറ്റർ ആയിട്ടുണ്ട്, സൂപ്പർവൈസറി ഡ്യൂട്ടീസ് ചെയ്തിട്ടുണ്ട്, ടീച്ചിങ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് എഴുതുന്നത് കാണുമ്പോഴേക്കും നമുക്ക് ഒരു പ്രത്യേക ഒരു നമുക്കൊരു ഇത് തോന്നും, ഇയാൾ ജെനുവിൻ ആണെന്നുള്ളൊരു ഇത് തോന്നും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഞാൻ വായിച്ചതിൽ നിന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിപ്പം അങ്ങനെയാണ് ജനറലി എല്ലാവരും കോമൺ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ ആപ്ലിക്കേഷനുകളിൽ നിന്നും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ എഴുതി, അതും ഇതുപോലെ തന്നെ നമ്മൾ ക്വാളിഫിക്കേഷൻ എഴുതുന്ന പോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ ആദ്യം വയ്ക്കുന്നത്. പിന്നെ നമ്മളുടെ ഡ്യൂട്ടീസ്. ഓക്കെ, ചിലതൊക്കെ മേളത്തെ തന്നെ റെസ്പോൺസിബിലിറ്റി താഴെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. സോ ബാഡ്. ഓക്കെ, നമ്മൾ അങ്ങനെയല്ല. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്ത ജോലി ആയിരിക്കില്ല മറ്റൊരു ഹോസ്പിറ്റലിൽ, അവരുടെ പോളിസി പ്രൊസീജിയേഴ്സ് വേറെ ആയിരിക്കാം. ബേസിക് ഡ്യൂട്ടീസ് ഒക്കെ റിമെയിൻ ദ സെയിം. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 12 ബെഡഡ് വാർഡിലായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ 24 ബെഡഡ് ഹോസ്പിറ്റൽ, അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണലൈസ് ചെയ്ത് നമ്മൾ എഴുതുന്ന ഒരു കാര്യമില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അതിൻ്റെ താഴേക്ക് നമ്മൾ എഴുതി ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓർക്കുക. ഓക്കെ, ഓരോ സമയത്തും നമ്മൾ ലീവ് ചെയ്ത സമയത്ത് എന്തിനാണ് ഞാൻ മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയത് എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോഴേക്കും ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ജെന്യുവനായിട്ട് തന്നെ ഗ്യാപ്പ് എഴുതുക. ഇവിടെ ഗ്യാപ്പ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ആരെയും എടുക്കാതിരുന്ന ഒരു അവസ്ഥ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ പോസിറ്റീവ് തിങ്. ഒരു ക്വാളിഫൈഡ് ആയിട്ട് ഒരു 2015 വെച്ചോ, അത് കഴിഞ്ഞിട്ട് 2 വർഷം വർക്ക് ചെയ്തു, പിന്നെ വർക്കേ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ജോലിക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് വരെ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ കൺസേൺ. അപ്പം അതിൻ്റെ മുമ്പിൽ നമ്മൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് 2015 തൊട്ട് 2 ഇയേഴ്സ് ഞാൻ വർക്ക് ചെയ്തു, പിന്നെ എനിക്ക് 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഫോർ ദിസ് റീസൺ. മെറ്റേണിറ്റി ആവാം, അല്ലെങ്കിൽ പേരൻറ്റ് കെയർ ആവാം, ചൈൽഡ് കെയർ എന്തെങ്കിലും ആണെങ്കിൽ അത് നമ്മൾ ജെന്യുവൻ ആയിട്ട് അവിടെ എഴുതിയിട്ട് പിന്നെ ഫ്രം ദെൻ വെൻ യു സ്റ്റാർട്ടഡ് വർക്കിംഗ്
എപ്പോൾ വരെ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുക. അതായത് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ OET അല്ലെങ്കിൽ IELTS അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സമയം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാപ്പ്, ഓക്കെ. ആ ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു കൺസേൺ ആണ് എംപ്ലോയർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക്. വൈ എന്നുള്ളൊരു ഇത്, ഓക്കെ. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ജെന്യുവിൻ, നമ്മളത് എപ്പോഴും ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഞാനൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു കൺസേൺ തന്നെയാണ്, ഓക്കെ. എന്തായിരിക്കും നമുക്കറിയില്ല, എന്താണ് റീസൺ നമുക്കറിയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും കൺവിക്ഷൻസിൽ ഇതാണോ എന്തെങ്കിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അതൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡാണ്, അണ്ടർസ്റ്റുഡാണ്. പിന്നെ നമ്മൾ വരുമ്പോഴേക്കും ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അതിനകത്താണ് നിങ്ങൾ ശരിക്കും നിങ്ങളെ സെല്ല് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണത്. കാരണം ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നിങ്ങളെ അറിയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഈ എഴുതി വെക്കുന്നതും ഇതും എല്ലാം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒരു പേഴ്സൺ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ അതിൻ്റെ പേരോ അല്ല ഏജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഏജ് നോക്കാറില്ല ഇവിടെ, പേര് അല്ലെങ്കിൽ ഏത് ജെൻഡറാണ് അങ്ങനത്തെ ഒന്നും നമുക്ക് കാണാനേ പറ്റില്ല, ഓക്കെ. അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ ഷോർട്ട് ലിസ്റ്റിങ്ങിലേക്ക് പറയാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലോർക്കണം. അത് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെ ആ സ്ഥലത്ത്, ഇത് മേളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ ആ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയം ആകുമ്പോഴേക്കും യു ഷുഡ് റൈറ്റ് എവറിത്തിങ് അബൌട്ട് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എസ്സേ എഴുതി വയ്ക്കുക എന്നല്ല. ഇതൊന്ന് എപ്പോഴും ഒരു സ്റ്റോറി പോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് വായിക്കുന്നവർക്ക് ഒരു കുറച്ചുകൂടി ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഐ വാസ് ക്വാളിഫൈഡ് ഇൻ ദിസ് ഇയർ ആൻഡ് ദെൻ ഐ വാസ് വർക്കിംഗ് ദയർ ഇൻ ദിസ് യൂണിറ്റ് ഫോർ സോ മെനി ഇയേഴ്സ്. എത്രയാണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ആ മെയിലിൽ എഴുതിയിരിക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കോപ്പി പേസ്റ്റ് ചെയ്യുകയല്ല. പേഴ്സണലി നിങ്ങൾ എന്താണ് അവിടെ നിന്ന് പഠിച്ചത്, എന്തൊക്കെ സ്കില്ല് നിങ്ങൾ അവിടെ നിന്ന് അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് അങ്ങനെ ഒരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് കുറേ ഫീഡ്ബാക്കുകൾ കൊളീഗ്സിൻ്റെ പേഷ്യൻസിൻ്റെ ഫീഡ്ബാക്കുകൾ കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഇൻചാർജ് ആയിരുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് വാരി വലിച്ചെഴുതാതെ അത് ആ കാതലായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും, ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എഴുതാൻ ശ്രമിക്കുക. പിന്നെ അതിലും നമ്മൾ ഒരുപാട് കോപ്പി പേസ്റ്റ് കണ്ടിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ഞാനും എൻ്റെ ഒരു കൊളീഗ് ബാൻസവനും കൂടെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ടും വിളിച്ച് ചോദിച്ചു ഹൗ ഫാർ ആർ യു എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും എന്നോട് പറഞ്ഞു, തമാശയായിട്ട് പറഞ്ഞതാണ്, ഇഫ് ഐ റീഡ് ഐ ഹാവ് എ ക്യാൻ ഡു ആറ്റിറ്റ്യൂഡ് എനി മോർ ഐ വിൽ സ്ക്രീം എന്ന് പറഞ്ഞു എന്നോട്. അതായത് കുറേ പേര് അത് തന്നെ കോപ്പി എഴുതി വെച്ചിരിക്കുകയാണ്. ഗൂഗിളിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് ശരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ആ വായിക്കുമ്പോൾ നമുക്ക് ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരാളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് അവർ ശരിക്കും എഫേർട്ട് എടുത്ത് അയാളെക്കുറിച്ച് എല്ലാം പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, എനിക്ക് എന്തൊക്കെ ടാലൻസ് ഉണ്ട്, എനിക്ക് എന്തൊക്കെ നോളജ് ഉണ്ട്, നിങ്ങളുടെ ഓർഗനൈസേഷൻ എന്നെക്കൊണ്ട് എങ്ങനെ ഉപകാരപ്പെടും, എന്തുകൊണ്ടാണ് ഈ ജോലി ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് യു കമ്മിങ് ടു ദി സ്പെസിഫിക് വാർഡ് അല്ലെങ്കിൽ സ്പെസിഫിക് ഏരിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിക്കലും പ്ലീസ് ഡോണ്ട് എവർ കോപ്പി ആൻഡ് പേസ്റ്റ്, ഓക്കെ. നിങ്ങൾ ആരാണെന്നുള്ളത് സെല്ല് ചെയ്യാനും പറ്റിയ ഏറ്റവും നല്ലൊരു ഇതാണ് ആ ഒരു ബോക്സ്, ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞിട്ട് നമ്മൾ എസ്സേ വാരി വലിച്ചെഴുതി കുറേ വായിക്കുമ്പോഴത്തേനും നമ്മൾ മടുക്കും. ശരിക്കും ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വെരി സ്പെസിഫിക് തിങ്സ് അബൌട്ട് യു, ഓക്കെ, അത് നമ്മളൊന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കുക. മേളിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന പോലെ, ഓക്കെ, ഒന്ന് എഴുതി നിങ്ങൾ ആരാണ് എന്നുള്ളൊരു ഐഡിയ അവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഞാൻ ഇയാളെ എടുക്കണം, ഇയാൾക്ക് ഇത്രത്തെ സ്കിൽസ് ഉള്ളത് കൊണ്ടാണ് എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങൾക്കത് അവിടെ സെല്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ വിൽ ബി വെരി വെരി ഗുഡ് ഫോർ യുവർ ആപ്ലിക്കേഷൻ, ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ 2 പേര് അല്ലെങ്കിൽ 3 പേരൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ബാൻഡ് 6 എൻ്റെ ഒരു ഡെപ്യൂട്ടി വാർഡ് മാനേജർ കൂടിയായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൊളീഗ് ബാൻഡ് 7 വേറെ വാർഡിൽ അങ്ങനെയുള്ളവരായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ ഇരുന്നാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ചെയ്യാം. പക്ഷെ നമുക്ക് ഒരിക്കലും അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല. ആ ആളിടുന്ന മാർക്കും എനിക്ക് കാണാൻ പറ്റില്ല, ഞാനിടുന്ന മാർക്ക് അയാൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ബേസ്ഡ് ഓൺ നമ്മുടെ ക്രൈറ്റീരിയാസ് മാത്രം അനുസരിച്ച് മാത്രമേ
നമുക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. അവർ രണ്ടുപേരും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് ആ ടോട്ടൽ സ്കോർ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് കമൻസ് ഇടാനുള്ള സെഷനുണ്ട്. പക്ഷേ ചിലപ്പോൾ 100 ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ 177 ഒക്കെ എനിക്ക് ഒരു ജോലിക്ക് വേണ്ടി ഒരു 177 ഒക്കെ ഒരിക്കലും വന്നു. അപ്പോൾ അതിനകത്തെല്ലാം നമുക്ക് കമൻറ്റ് ഇടാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആ സ്കോറിനെ ബേസ് ചെയ്ത് നമ്മൾ രണ്ടുപേരുടെ ഇരുന്ന് ഒരു മോസ്റ്റ്ലി നമ്മളൊരു ഹാഫ്, ഇപ്പോൾ ഒരു 60 മാർക്കാണെങ്കിൽ ഒരു 30ക്ക് മേളിലുള്ളവർ തൊട്ട് ചിലപ്പം നമ്മൾ വിളിക്കാറുണ്ട്. പിന്നെ ഒരുപാട് പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 30ക്ക് മുകളിലുള്ളത് നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ ഒരു 50 ഒക്കെ ഇൻ്റർവ്യൂവിന് വിളിക്കേണ്ടി വരും. അപ്പോൾ അതങ്ങനെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളപ്പോൾ അത് 40 ആക്കും. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തിട്ടാണ് എപ്പോൾ തൊട്ടുള്ള ആളെ നമുക്ക് വിളിക്കാം, എത്ര പേരുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതും ഡിസൈഡ് ചെയ്ത് നമ്മൾ അവരെ ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് മാറ്റി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അവരുടെ പേര്, അവരുടെ വിസ സ്റ്റേറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു ഫെയർ ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു നമ്മൾ കാണുന്ന ആ ഒരു ഇതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പേരും ഇതൊക്കെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ആളെ മനസ്സിലാവും. പക്ഷെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഏത് കൺട്രി എന്നുള്ളവരാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനെ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവരെ നമ്മൾ റിജക്റ്റഡ് സ്റ്റേജിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റിങ്ങിലേക്ക് വരുന്നത്. ഇത് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചത്, ഒരുപാട് പേര് ആപ്ലിക്കേഷൻസിൽ കെയർലെസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുന്നത്, ഒരു കെയർലെസ് ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ജോലി വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഞാൻ ചിലതൊക്കെ നമ്മൾ കാണുമ്പോൾ ശരിക്കും സങ്കടം വരും. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്കിൽസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഒന്നും കാണില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്യാപ്സ് ഉണ്ടാവും. അതായത് ഫില്ലിങ്ങിൽ നമ്മൾ എഴുതുന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത സമയം, ലീവ് ചെയ്തോ ചെയ്തില്ലയോ, ലീവ് ചെയ്തത് എന്തിനാണ്, അതൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ ആരെയും മാറ്റി വയ്ക്കാറില്ല. പക്ഷേ നമ്മളെ അവിടെ സെല്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും നന്നായിട്ട് എഴുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ സ്കിൽസൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും, നിങ്ങളായിരിക്കും മേ ബി ദിസ് ബെസ്റ്റ് പേഴ്സൺ ഫോർ ദിസ് ജോബ്. പക്ഷേ ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ എഴുതിയിരിക്കുന്നതിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്. ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്പ് ആകണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിത് പറയണമെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് വായിച്ചു ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൻ്റെ ബേസിസിൽ ഞാൻ പറയുന്നതാണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് നമുക്ക് വേറൊരു ഇതിൽ പറയാം. ഇപ്പോൾ ഇത് തന്നെ കുറച്ച് ലെങ്തി ആയി പോയെന്ന് തോന്നുന്നു. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയണമെന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷേ ഈ സ്റ്റെപ്സ് പറയാണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയി പോയത്. ഓക്കെ, അപ്പം ഇത് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.